ഇതിലിപ്പോൾ രണ്ടാമത്തെ പിന്നിൽ 7ഉം 8ഉം തല തിരിഞ്ഞിരിക്കണ്. ഇതിപ്പോൾ സാധാരണ നോർമൽ RJ45ൻ്റെ കണക്ടർ സാധാരണ ക്രിമ്പിംഗ് പ്ലെയർ വെച്ച് കണ്ട് ക്രിമ്പ് ചെയ്തതാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഫാൾട്ട് വരലൊക്കെ സാധാരണയാണ്. ചിലപ്പോൾ 2 കേബിൾ അങ്ങോട്ട് മറിഞ്ഞ് കൊടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും എത്തൂല. ടെസ്റ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ അതൊക്കെ കണ്ടെത്താൻ പറ്റുള്ളൂ. ഇതൊരു RJ45ൻ്റെ പാസ് ത്രൂ കണക്ടറുകൾ ക്രിമ്പ് ചെയ്യാൻ പറ്റിയൊരു പുതിയ ടൈപ്പ് ക്രിമ്പിംഗ് പ്ലെയറാണ്. നെറ്റ്വർക്കിംഗ് കേബിളിൻ്റെ ഒരുവിധം പരിപാടികളൊക്കെ ഈ പ്ലെയർമേ തന്നെ നടക്കും. ഇതിന്മേൽ തന്നെ കട്ട് ചെയ്യാനും ക്രിമ്പ് ചെയ്യാനും സ്ലീവ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കൈ തട്ടാക്കാനും ബ്ലേഡുമ്പോൾ കൈ അട്ടാക്കാനും ഒരു ബ്ലേഡ് ഗാർഡ് ഉണ്ട്. നോർമൽ ടൈപ്പ് ക്രിമ്പിംഗ് പ്ലെയറുകളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കോമ്പാക്റ്റാണ്, ചെറിയ സൈസേ ഉള്ളൂ. അതുപോലെ ബിൽഡ് ക്വാളിറ്റി എക്സലൻ്റ് ആണ്, നല്ല മൂവ്മെൻറ്റുകളൊക്കെ നല്ല സ്മൂത്താണ്. ആ കണക്ടറുകളെ റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ പാസ് ത്രൂ കണക്ടറുകൾക്ക് നോർമൽ കണക്ടറിനെ അപേക്ഷിച്ച് കുറച്ച് റേറ്റ് കൂടുതലുണ്ട്. 100 പീസൊക്കെ എടുക്കുമ്പോൾ നോർമൽ കണക്ടറുകൾക്ക് പീസിന് 2 റുപ്യ വരുന്നുള്ളിടത്ത് പാസ് ത്രൂ കണക്ടറുകൾക്കൊരു 4 റുപ്യക്ക് വരുന്നുണ്ട് തോന്നുന്നു. എന്നാലും നമുക്ക് നഷ്ടമൊന്നുമില്ല, കാരണം നമുക്ക് പണി കുറവാണ്. ഒറ്റയടിക്ക് തന്നെ നമുക്ക് വെരിഫൈ ചെയ്യാം. കേബിളുകളുടെ എൻഡ് മുഴുവൻ പുറത്തേക്ക് എത്തുന്നതുകൊണ്ട് നമുക്ക് പുറത്തെത്തിയതിന് ശേഷം തന്നെ നമുക്ക് അതിൻ്റെ ഏത് കോഡിലാണ് നമ്മൾ അടിക്കേണ്ടത് ആ കോഡ് നമുക്ക് കളർ കോഡ് വെരിഫൈ ചെയ്തിട്ട് ക്രിമ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കണക്ടറുകളൊന്നും വേസ്റ്റ് ആവില്ല. അതുപോലെ കേബിൾ നമുക്ക് പുറത്തുനിന്ന് വലിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ലീവ് മൊത്തം കണക്ടറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ക്രിമ്പ് ചെയ്യുമ്പോൾ വളരെ പെർഫെക്റ്റായിട്ട് ക്രിമ്പ് ആവുകയും ചെയ്യും. നോർമൽ ടൈപ്പ് ആണെങ്കിൽ ലെങ്ത്ത് കൂടിയാൽ അതിൻ്റെ സ്ലീവൊക്കെ പുറത്ത് വെക്കുകയും ചെയ്യും. ഇനി ലെങ്ത്ത് കുറഞ്ഞാലാണെങ്കിലോ ക്രിമ്പ് ചെയ്യുമ്പോഴത്തേക്ക് എത്തൂല്ല, അപ്പോഴും ഫോൾട്ടാവും. അപ്പം ഇനി ഇത് പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി, ഒന്നും കൂടി ഈസിയാണ് പണി. ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ്, ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. ഒരു 500-600 റേഞ്ചിലാണ്. പുതിയ ക്രിമ്പിംഗ് പ്ലെയർ വാങ്ങണ പോലെ ഏതായാലും ബ്ലേഡുള്ള ടൈപ്പ് തന്നെ വാങ്ങാൻ നോക്കുക. ഇനി അതിൽ നോർമൽ ടൈപ്പ് അടിക്കാൻ പറ്റും. ഇനി നോർമലാണ് വാങ്ങിയതുണ്ടെങ്കിൽ അതിൽ അടിക്കാൻ പറ്റില്ല, കാരണം അതിൽ പുറത്തേക്ക് നിൽക്കുന്ന വയറുകളൊന്നും കട്ടാക്കാനുള്ള സൗകര്യമില്ല. പിന്നെ നമ്മൾ മാനുവലായിട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണേനും. അപ്പം ഇനി ഇതൊന്ന് ഉപയോഗിച്ചിട്ട് കമൻറ്റിൽ നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. നിലവിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം ഒന്ന് അറിയിക്കട്ടോ.